ലക്ഷങ്ങളുടെ കളിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് ചുറ്റും ക്യാമറയോടെ വെക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ദിവസം 1000 രൂപ വെച്ച് ഒരു കൃഷിയിൽ നിന്ന് ഉത്പാദിപ്പിച്ചാൽ ഏകദേശം എത്ര രൂപ ഒരു വർഷം? ഒരു ഏക്കറിൽ നിന്ന് 3,65,000 രൂപ. ഒരു ദിവസം 1000 രൂപ വെച്ച് 365 ദിവസം 3,65,000. സിലോംബാക്ക് ഇത് ശരിക്കും പറഞ്ഞാല് നാച്ചുറലായിട്ട് മേളിൽ നിന്ന് ഒരു ഉറവ വന്നിട്ട് അതങ്ങ് തന്നെ വീണോണ്ടിരിക്കുക. ഇതിപ്പോ മഴക്കാലത്തുണ്ടാവും. ഇതെന്നാ സംഭവം? ഇത് അരക്കനട്ട് പാക്കെന്ന് പറയും. ഇത് നമ്മൾ ഉണക്കി ഇങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കുക. കണ്ടോ ഇത് കണ്ടോ? ഇത് ഈ പറയുന്ന പോലെ കുലുങ്ങുന്ന വരെ നമ്മൾ ഉണക്കിയിട്ട് നല്ല വില കിട്ടുന്ന അതെ ഈ വില കിട്ടുന്ന വരെ നമ്മൾ സൂക്ഷിച്ച് വെക്കും. അച്ചിലുണ്ട്, മഞ്ഞളുണ്ട്, ഇഞ്ചിയുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, പിന്നെ മൾബറി, ഫ്രൂട്ട്സിലേക്ക് വന്ന മൾബറി ഉണ്ട്, പുലാസാനുണ്ട്, നമ്മുടെ റംബൂട്ടാനുണ്ട്, മങ്കോശനുണ്ട്, നമ്മുടെ ഇതുണ്ട്, പപ്പായ ഉണ്ട്, നാടൻ പപ്പായ നോക്കിയാൽ. ഇതാണ് നമ്മൾ ചോക്ലേറ്റിന് റെഡിയാക്കുന്ന കൊക്കോയി. ഇതാണ് നമ്മൾ മാർക്കറ്റ് പഠിച്ച ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ. നമ്മുടെ പ്രോഡക്റ്റിന് നമ്മൾ തന്നെ വില ഇടണം. നമ്മളൊരു വില ഇട്ട ശേഷം മാത്രമേ ഉള്ളൂ. അല്ല അവർ പറയുന്ന വിലയ്ക്ക് നമ്മൾ കൊടുക്കത്തില്ല. നമ്മൾ എല്ലാ ദിവസവും ഈ മാർക്കറ്റ് ഇന്ന് ഞാനിപ്പോൾ നമ്മൾ മുമ്പേ അലൻ പറഞ്ഞ പോലെ നമ്മൾ സ്പെഷ്യൽ സാധനം ഇതിനിടയ്ക്ക് കാണിക്കാമെന്ന് പറഞ്ഞതാണ്. ഇതാണ് സാധനം. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാം. നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കാണിക്കാം. നമ്മൾ ഇതിനകത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം പത്രിയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിങ്ങനെ ഇതുണ്ട്, കൊക്കോരി ഉണക്കി വെച്ചിരിക്കുക. ആ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു ഉറവയാണ് ഇത് വരും. നമുക്കൊരു 5 അടി താഴ്ചയുള്ള ഒരു ഓലിയുണ്ട്. ഈ ഓലി എന്ന് പറയുന്നത് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള കംപ്ലീറ്റ് പ്യുവർ വാട്ടർ. ഇതാണ് അതെ, തെളിഞ്ഞ വെള്ളം കിടക്കുന്നു. ഇത് നമുക്ക് 12 മാസമുണ്ട്. സോ ഗൈസ്, ഇന്ന് ഈ വീഡിയോ യുവാക്കൾക്കാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഒരു ദിവസം 1000 രൂപ വെച്ച് ഒരു കൃഷിയിൽ നിന്ന് ഉത്പാദിപ്പിച്ചാൽ ഏകദേശം എത്ര രൂപ ഒരു വർഷം? ഒരു ഏക്കറിൽ നിന്ന് 3,65,000 രൂപ. ഒരു ദിവസം 1000 രൂപ വെച്ച് 365 ദിവസം 365 ദിവസം 1000 രൂപ വെച്ച് കൂട്ടിയാൽ 3,65,000 രൂപ. അതാണ് നമ്മുടെ പുള്ളി പറഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ ഫാർമർ ബിജോ. നമ്മളിപ്പം നെടുങ്കുന്നം കോട്ടയത്താണുള്ളത്. ഇപ്പോൾ കാണാം ഒരുപാട് വെറൈറ്റി ക്രോപ്സ് ഉണ്ട്. ഏകദേശം 30 തൊട്ട് 40 വെറൈറ്റി ഇനങ്ങൾ നമ്മളിവിടെ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇത് ചുമ്മാ തമാശ പറയുകയല്ല. ഞാനൊരു അത്യാവശ്യം 19,000 രൂപ ശമ്പളം ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഫാമിങ്ങും പ്ലസ് എനിക്ക് വേറൊരു ബിസിനസ് ഉണ്ട്, അതുമായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ യുവാക്കളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ആർക്കും കൃഷിയിലേക്ക് വരാം. അടുത്ത ഒരു ജനറേഷൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ കൃഷിയിലേക്കാണെങ്കിൽ അവർ രക്ഷപ്പെട്ടു. കാരണം നമ്മൾ ഒരു ഇംഗ്ലണ്ടിലും പോകണ്ട, കാനഡയിലും പോകണ്ട, ഒരു തണുപ്പും കൊള്ളണ്ട. നമുക്ക് ഇവിടെ തന്നെ നമുക്കിത് മണ്ണ് പൊണ്ണാക്കാം. ഒന്നും പേടിക്കണ്ട. അതിനുള്ള ഐഡിയാസ് മുഴുവൻ നമുക്ക് തരാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് കിടക്കാം. ഓക്കെ, സോ പുള്ളി നല്ലൊരു ഗൈഡ് ചെയ്യുന്നതാണ്. പല പല ക്രോപ്സ്. അപ്പൊ എത്ര ഏക്കറിലാണ് നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്? അതായത് ഇപ്പൊ നമ്മൾ 1 ഏക്കറിലാണ് നമ്മൾ 3 ഏക്കറോളം ഉണ്ട്. നമ്മളിപ്പോൾ 1 ഏക്കറിൽ നമ്മളിത് സാമ്പിൾ ചെയ്തിരിക്കുന്നത്. ഇതെന്നാ ഈ മരം നല്ല രസമുള്ള കാഴ്ച? ഇതാണ് സിലോംബാക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ഒരു കൗതുകത്തിന് വേണ്ടി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും വെച്ചതല്ല. പക്ഷെ ഇത് കൗതുകത്തിന് വേണ്ടി നമ്മൾ കുറെ എണ്ണം നമ്മുടെ ഈ വഴി സൈഡിലൊക്കെ ഇത് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് നല്ല വിലയുണ്ടെന്ന് പിന്നെ നമ്മൾ പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. അതെ, മറ്റേ പാക്കിനേക്കാളും വിലയില്ല. 250 രൂപ കിലോഗ്രാമിന്. ഇത് നമ്മൾ ഒരെല്ലാം തിടിച്ച് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ശകലം പണിയുണ്ട്, പക്ഷേ ഇതും സംഭവം സൂപ്പറാണ്. അപ്പം നമുക്ക് മെയിനായിട്ട് വരുന്ന പ്ലാന്റ്, നമുക്ക് വരുമാനം തരുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ജാതിയുണ്ട്, കമുകുണ്ട്, കൊക്കോ ഉണ്ട്. അതാണ് മെയിനായിട്ട് നമുക്ക് വരുന്നത്. പിന്നെ റംബൂട്ടാൻ. ഇപ്പം നമ്മൾ പുതിയ കുറച്ച് കൃഷികളോട് ആഡ് ചെയ്യുന്ന കൂട്ടത്തിൽ റംബൂട്ടാൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. കുരുമുളക് വെച്ച് വിട്ടിട്ടുണ്ടല്ലോ. അതെ, കുരുമുളക് വെച്ച്. ഇത് പെപ്പർ തെക്കൻ എന്ന് പറഞ്ഞ കുരുമുളക് തെക്കൻ വെറൈറ്റി. അത് ഇത് നല്ല ഈൽഡ് തരുന്നതാണ്. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഒന്ന് സാമ്പിൾ ചെയ്ത് നോക്കി. ഇതിപ്പോൾ 3 മാസമായി. ഞാൻ ജോലി റിസൈൻ ചെയ്തതിന് ശേഷം വെച്ചതാണ്. 3 മാസം കൊണ്ട് ഇത് ഇപ്പോൾ ഇത്രമായി. ഇപ്പം അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ 1.5 വർഷം കൊണ്ട് ഇതിന് ഈൽഡ് നമുക്ക് എടുക്കാം. ഇത് ഞാനൊരു 10-20 മൂട് സാമ്പിളായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മരങ്ങൾ നമ്മൾ വേസ്റ്റ് ആക്കി വിട്ടിട്ടില്ല. അതിന് എക്സാമ്പിൾ ആണ്. ഇതിലേക്ക് വരാം. ഇത് നമ്മുടെ മുള്ളാത്ത ഞാൻ ഇതുപോലെ കൊണ്ടുവച്ചു. ഒത്തലും കൂടി കയറ്റിയിട്ടുണ്ട്. ഈ മുള്ളാത്തയിൽ നമുക്ക് ഈ കഴിഞ്ഞ വർഷം 15ഓളം കാ കിട്ടി. അപ്പോൾ ഒരു കായ്ക്ക് 150 രൂപ വെച്ച് നമുക്ക് വെട്ടിക്കളയുന്ന സാധനം. ഇതിപ്പം ഈ ക്യാൻസർ മാറുമെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ഒരു ഇടയ്ക്ക് പ്രൊമോട്ട് ചെയ്തതാണ്. ആ കൂട്ടത്തിൽ ഞാൻ രൂപ കൊണ്ട് വെച്ചതാണ്. പക്ഷെ അത് നമുക്കിപ്പോൾ ഒരു വരുമാനമായിരിക്കണം. അപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ ലക്ഷ്മി തരുമുണ്ട്. അതിൽ നമ്മൾ ഇത് കയറ്റി വിട്ടിരിക്കുക, കൊടി തന്നെ കയറ്റി വിട്ടിരിക്കുക. അപ്പം ഇത് വാനില. അതെ, വാനില നമ്മൾ ഈ 2 കമുകിൻ്റെ ഇടയ്ക്ക് വെച്ച് കമ്പ് കയറ്റിയിട്ട് നമ്മൾ ഇതിൻ്റെ ഇതെടുക്കാറായില്ല, വിളവെടുക്കാറായില്ല, പരാഗണമൊക്കെ ചെയ്യണം. അതായി വരുന്നേ ഉള്ളൂ. വാനില നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ട്. വാനിലേക്ക് നല്ല വില തരുന്നൊരു സാധനം തന്നെയാണ്. പിന്നെ നമ്മൾ മെയിനായിട്ടും ഈ കമുകയിലെല്ലാം നമ്മൾ ഇത് കയറ്റി വിട്ടിട്ടുണ്ട്. കുരുമുളക് കയറ്റി വിട്ടിട്ടുണ്ട്.
പിന്നെ പുതിയതായിട്ട് റംബൂട്ടാൻ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടവേള സ്ഥലങ്ങളിൽ എല്ലാ ക്രോപ്സും ഉണ്ട്. അതെ അലോവേര ഉണ്ട്, മഞ്ഞളുണ്ട്, മഞ്ഞളൊക്കെ പല സാധനങ്ങൾ, ഇഞ്ചിയുണ്ട്. ഇതൊക്കെ മേളിലേക്ക് നമുക്ക് കാണാം. ഒത്തിരി നിങ്ങൾ ശരിക്കും പറഞ്ഞ വീട്ടാവശ്യത്തിന് സാധനം മേടിച്ച് കുറവാണ്. നമ്മുടെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ നമ്മൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ക്രോപ്പും കൂടെ കാണിക്കുന്നതായിരിക്കും, വീഡിയോയുടെ നടുക്കായിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഫുള്ള് കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. സീക്രട്ട് ക്രോപ്പ് ആണ്. അതിന്റെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറമായിട്ടുള്ള വാല്യൂ ആണ്. അത് നമുക്ക് നടന്ന് കാണാം, അതൊക്കെ പിന്നെ പറമ്പ് കയറി കാണാം. അതെ, നമുക്കിത് പോകാം. നമ്മൾ ഇതിന്റെ കൂടെ തന്നെ മൾബറി വെച്ചിട്ടുണ്ട്. കൊച്ചിനൊക്കെ കൊടുക്കാനാണെങ്കിലും മൾബറി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫ്രൂട്ട്സുകൾ ഒത്തിരി സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇത് കണ്ടോ, നമ്മൾ റോഡ് സൈഡിലാണ് നമ്മൾ ഈ സിലോംബാക്ക് ചുമ്മാ വെച്ചിരിക്കുന്നത്. ഈ റോഡും ഒന്നും പാഴാക്കാതെ ഇതാണ് പാക്ക്. അതെ റോഡ് സൈഡിൽ ചേർത്ത് വെച്ചത്. അതെ. ഓക്കെ, അതൊരു നാച്ചുറൽ ഫെൻസിങ് പോലാണല്ലോ. അതെ, നാച്ചുറൽ ഫെൻസിങ്. പിന്നെ നമ്മൾ ഇതുപോലെ ഫെൻസിങ്ങിന്റെ രീതിയിൽ നമ്മൾ പേര വെച്ചിട്ടുണ്ട്, കമുകിന്റെ ഇടയ്ക്ക് ഇത് വെച്ചിട്ടുണ്ട്, നമ്മുടെ മൾബറി വെച്ചിട്ടുണ്ട്, പിന്നെ കൊക്കോ, മംഗോസ്റ്റിൻ ഇതിനിടയ്ക്ക് വളരുന്നുണ്ട്. മംഗോസ്റ്റിനൊക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ്. മംഗോസ്റ്റിൻ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പം മംഗോസ്റ്റിനിടെ കൂടെ മംഗോസ്റ്റിനും വന്ന് 10 വർഷം കൊണ്ട് മംഗോസ്റ്റിനും നമുക്ക് നല്ലൊരു വരുമാനം ആക്കിയെടുക്കും. 10 വർഷം എടുക്കും. നിങ്ങൾ ഒരുപാട് ഇപ്പം പല ക്രോപ്സ് ഫോക്കസും ചെയ്യുന്നുണ്ട്. അതെ. ഇപ്പം മേളിലോട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ ആയുർജാക്ക് ഇത് ചെയ്യുന്നുണ്ട്, ആയുർജാക്ക് ജാക്ക് ഫ്രൂട്ട്. ഓക്കെ, അത് നമ്മൾ ചക്ക കായ്ച്ചിട്ടുണ്ട്. കാരണം 2 വർഷമായുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ അത് കുറച്ച് കൂടുതൽ പ്ലാന്റ് എടുക്കാൻ വേണ്ടി ഒരു സാമ്പിളായിട്ടൊരു 7-8 പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ വാഴയുണ്ട്. വാഴയൊക്കെ നമ്മൾ നാച്ചുറലായിട്ട് പണ്ട് തൊട്ടേ ഉള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിരിക്കുന്ന ഇതാണ് ആയുർജാക്കിൻ്റെ ജാക്ക് ഫ്രൂട്ട്. വിയറ്റ്നാം ഏർലിയാണ് ഏനം. അപ്പോൾ ഇതല്ലേ നമുക്കിപ്പം 1.5 വർഷമായപ്പം തൊട്ടേ ചക്ക കായ്ച്ച് കിടപ്പുണ്ട്. ഇതിലേക്ക് വന്നാൽ കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് പ്ലാവുണ്ട് ഈ ഏരിയയിൽ. അതെ. ഇപ്പം ഇങ്ങനെ നമ്മൾ ഇത് വെച്ചിരിക്കും. അതെ, ഇത് കണ്ടില്ലേ, ഇത് ചക്ക കായ്ച്ചിട്ടുണ്ട്, ചക്ക കായ്ച്ച് കിടപ്പുണ്ട്. ഇത് കണ്ടോ, നല്ല രീതിയിൽ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു തുടിയിൽ തന്നെ ഒരു 2, 3, 4 ചക്ക വന്നിട്ടുണ്ട്. ഇതിനിപ്പം നമ്മളൊരു മാർക്കറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. എന്ത് സാധനമാണെങ്കിലും നമ്മൾ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. കൂടുതൽ ഇപ്പോൾ തമിഴ്നാട്ടിലേക്കാണെങ്കിൽ ചക്ക ഒരുപാട് കയറ്റി. അതെ, തമിഴ്നാട് മാത്രമല്ല, നമ്മൾ കേരളത്തിൽ തന്നെ ഒട്ടനവധി കമ്പനികളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റിൽ നിന്ന് ജൂലി റിസൈൻ ചെയ്തിട്ട് ജെയിംസ് ജോസഫ് എന്ന് പറയുന്ന ജാക്ക് ഫ്രൂട്ട് 365 എന്ന് പറയുന്ന കമ്പനിയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചക്ക ആവശ്യമാണ്. നമ്മൾ വരെ എല്ലാം കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവരൊക്കെ ചക്ക എടുക്കാൻ റെഡിയാണ്. നമ്മളിത് നമ്മുടെ തന്നെ വണ്ടിക്ക് കൊണ്ട് നമ്മൾ പോകുന്ന സമയങ്ങളിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നീലൂരൊരു കമ്പനിയുണ്ട് ഈ കുമ്പളപ്പം ഉണ്ടാക്കുന്നത്. അവർക്കും നമ്മൾ ചക്കപ്പഴം കൊടുത്താൽ അവരെടുത്തോളൂ. അപ്പോൾ ഇതിനെല്ലാം മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം കർഷകർക്ക് മാർക്കറ്റ് ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അവരഭിമുഖീകരിക്കും. കാരണം ഇത് കൊണ്ട് കൊടുത്താൽ ഉൽപ്പാദിപ്പിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, ഇത് കൊണ്ട് മാർക്കറ്റ് ചെയ്ത് കൊടുക്കാൻ അറിയത്തില്ല. അപ്പോൾ ഇത് കൊടുക്കുന്ന ഇതിൻ്റെ മുഴുവൻ ബെനിഫിറ്റ് കൊടുക്കുന്ന മീഡിയേറ്റേഴ്സാണ്. ആ ഒരു സംഭവം നമുക്ക് ഇല്ലാതാക്കണം. കാരണം ഇപ്പോൾ നമുക്ക് ഒത്തിരി മാധ്യമങ്ങളുണ്ടല്ലോ, നമുക്ക് അതിൽ കൂടെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ വാഴയെല്ലാം കഴിഞ്ഞ വേനക്ക് ശകലം വെള്ളത്തിൻ്റെ കുറവ് കൊണ്ടാണ് കുറേ എണ്ണം ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്തു. അപ്പം അങ്ങനെ നിൽക്കുന്നു. പിന്നെ നമുക്ക് പല ക്രോപ്സ് കാണാം. നമുക്ക് പല ക്രോപ്സിലേക്ക് പോകാം. അപ്പോൾ കുറച്ച് കപ്പയും പിന്നെ വാഴയും അതുപോലെ തന്നെ നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി നമ്മൾ കുറച്ച് ചാക്കിലൊക്കെ ഒരു പുതിയ രീതിയിൽ നമ്മൾ കപ്പ പ്ലാൻ ചെയ്യുന്നുണ്ട്, വാഴയുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മൾ ഇതാണ് മൾട്ടി കോർപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കൊക്കോ, ജാതി, കമുക എല്ലാം കൂടെ മിക്സിങ്ങാണ് വരുന്നത്. മനസ്സിലായി? അപ്പോൾ ഇപ്പോൾ ഈ ജാതിയുടെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് പറയാം. ഒരു ജാതിയെന്ന് നമുക്ക് 1 ഏക്കറിൽ 20ഓളം ജാതി നമുക്ക് വെക്കാൻ പറ്റും, ഇതിനിടയ്ക്ക് വെക്കാൻ പറ്റും. ആ 20 ഏക്കർ ജാതിയിൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു ജാതിയിൽ നിന്ന് 5000 രൂപ വെച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം 20 കിലോ ജാതിക്ക ഉണങ്ങിയതും 2 കിലോ ജാതിപത്രിയും അതിൽ കൂടുതൽ കിട്ടും. നമ്മൾ ആവറേജ് വില ഇടുന്നുള്ളൂ. ജാതിപത്രിക്ക് 2000 രൂപയും ജാതിക്കുരുവിന് 300 രൂപയും. അതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ്. ആ വില മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. അങ്ങനെ 1 ലക്ഷം രൂപ നമുക്ക് ജാതിയിൽ നിന്ന് മാത്രം 1 ഏക്കറിന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അത് നമുക്ക് പ്രൂവ്ഡാണ്. കാരണം നമ്മൾ കാണിക്കാം, നമുക്ക് കായൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാണിക്കാം. ഇത് കാപ്പി ഇങ്ങനെ ഈ പ്രാവശ്യം കാപ്പി കുറച്ച് വിളവ് കുറവാണ്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കാപ്പി ഏകദേശം 10-60 കാപ്പിയോളം ഉണ്ടല്ലേ. കാപ്പി കഴിഞ്ഞ വർഷം നല്ല വിലയായിരുന്നു. 5 കിലോ ആവറേജ് മിനിമം കൂട്ടിയാൽ 3 തൊട്ട് 5 കിലോ വരെ നമുക്ക് കാപ്പിയും കിട്ടും. ഇപ്പോഴത്തെ വില അനുസരിച്ചാണ് 200ഓളം അതുകൊണ്ട് 300 കിലോ കിട്ടും. അതെ, അത് കിട്ടും. അത് നല്ല രീതിയിൽ നമുക്ക് കാപ്പിയും ഈൽഡ് ആവുന്നതാണ്. ഇപ്പം കണ്ടില്ലേ, റംബൂട്ടാൻ ഉണ്ട്, ഈ പറയുന്ന ജാതിയുണ്ട്, കൊക്കോ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഈ ഇടകലർത്തി വെക്കുന്നതുകൊണ്ടാണിത്. കാരണം
സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് വെക്കണം. ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഇപ്പം കൊക്കോയെ കാ കാണാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം മഴയായതുകൊണ്ട് കാ പിടിക്കുന്നില്ല. അത് തന്നെയല്ല, കഴിഞ്ഞ വിളവെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ, ഇനി പൂ ഇടാൻ തുടങ്ങുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ അരുവിയും ഇതൊക്കെ ഉണ്ടെന്ന് കേട്ടു. അതെ അതെ അതെ, അരുവിയല്ല, നമ്മുടെ പറമ്പിൽ കൂടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, കൊക്ക ഇങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഇത് മുഴുവൻ കൊലകുത്തി കായ്ച്ച് നിൽക്കുന്ന. പക്ഷേ ഇപ്പോൾ ഈ മഴയത്ത് പിടിക്കുന്നില്ല. ഇപ്പം പൂ കിട്ടുന്ന എല്ലാം പൂവാ. കാരണം ഈ മഴ നമ്മുടെ കാലാവസ്ഥ കുറച്ച് മാറില്ല. ഇത് കണ്ടില്ല, ഇതിങ്ങനെ കൂടും. ഇത് കൊക്കോയ്ക്ക് എങ്ങനെയുണ്ട് വില? ഇത് പോയി കൊക്കോയ്ക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1000 രൂപയ്ക്ക് വരെ ഞാൻ കൊക്കോ കൊടുത്തിട്ടുണ്ട്, 1 കിലോ. ഇപ്പം മാർക്കറ്റിൽ 400 രൂപയുള്ളൂ. ഈ കൊക്കോയുടെയും പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് പെട്ടെന്ന് കൊണ്ട് കൊടുത്താൽ ഇതൊന്നും കിട്ടത്തില്ല. സ്റ്റഡി ചെയ്യണം. മാർക്കറ്റ് നമ്മളിങ്ങനെ അപ്പം ആവുമ്പോൾ നമ്മൾ എടുത്ത് കൊടുക്കണം. നമ്മുടെ എപ്പോഴും ഉണങ്ങി റെഡി ആയിട്ടിരിക്കണം. പിന്നെ ഈച്ചൊന്നും കുത്തി പോകല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിത് കണ്ടു നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. ഇപ്പോൾ 20 കൊക്കോ ഉണ്ടെങ്കിൽ 1 കിലോ കൊക്കോ ആവും. പിടിച്ച് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എത്ര ദിവസം എടുക്കും മെച്ചുവർ ആയി വരാൻ? മെച്ചുവർ ആയാൽ ഒരു 3 മാസം എടുക്കും. 3 മാസം എടുക്കും. പിന്നെ അത് പഴുപ്പിച്ച് നമ്മൾ പുളിപ്പിച്ചിട്ട് ഇത് നമ്മൾ വെയിലത്തിട്ട് ഉണങ്ങി അല്ലെങ്കിൽ ഡ്രയറിനകത്തിട്ട് ഉണങ്ങി നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കും. വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 മാസം വാങ്ങിയിരുന്നോളും. ഇനിയിപ്പോൾ ഏറ്റവും നല്ല, ഇപ്പം ഞാൻ വേറെ 2-3 ചോക്ലേറ്റ് കമ്പനിയായിട്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ. എത്ര മരം ഉണ്ട്? കുറച്ച് കൊക്കോ ഒരു 100ഓളം കൊക്കോ ഉണ്ട്. 100ഓളം ഉണ്ട്. കൊക്കോ തന്നെ നല്ല വരുമാനം കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏറ്റവും തീർത്ത് 2 കിലോ കിട്ടുമെന്ന് പറയുന്നത്. 2 കിലോ എന്ന് പറഞ്ഞാൽ 40 കാ മതി. ആ 2 കിലോ കിട്ടിയാൽ തന്നെ ഇന്നത്തെ വില അനുസരിച്ച് അതെ അതെ 800 രൂപയായി. 100 എത്രയായി? 80,000 രൂപയോ? അത്രേ ഉള്ളൂ. ഏറ്റവും കുറച്ചുള്ള വിലയാണ് ഒരു കൊക്കോ തന്നെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു, ഞാൻ പറയുന്നത് യുവാക്കളോട് ഒറ്റ കാര്യം പറയുന്നുള്ളൂ. 2-3 ഏക്കർ സ്ഥലമുള്ളവര് നമ്മൾ ഇതുപോലെ മൾട്ടി ക്രോപ്പ് ചെയ്താൽ ഒന്നിനും പിന്നെ വേറെ ഒന്നിനും പോകേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ ഇതിനകത്ത് നിന്നാൽ നമ്മുടെ നല്ല വായു ശ്വസിച്ച് ഇവിടെ തന്നെ കൂടാം. കാരണം പുറത്ത് പോയി ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിലും ഈ ഒരേക്കറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ വീഡിയോ തുടങ്ങിയത് തന്നെ ഒരു ദിവസം 1000 രൂപ വെച്ചെന്ന് പറഞ്ഞു. അതെ, നിങ്ങളുടെ ഈ ക്രോപ്പ് കണ്ടിട്ട് 10-20 വെറൈറ്റി ഉണ്ട്. അതെ അതെ, എല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ നമുക്ക് 1 ലക്ഷം രൂപ ഒപ്പിക്കുന്ന രീതി. അതെ അതെ, അങ്ങനെയല്ല, 1 ലക്ഷം രൂപ ഒപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ തമാശയ്ക്ക് പറയാം എന്ന് പറഞ്ഞാലും നമുക്ക് ജീവിക്കാന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റും. 100% ഷുവറാണ്. നമ്മളിത് വേണ്ട പോലെ നമ്മൾ നോക്കണം. കാരണം ഒത്തിരി പണിക്കാരെ വിളിച്ചിട്ട് ചെയ്യല്ല. കാരണം നമ്മളിപ്പോൾ വീട്ടിലെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത്ര സ്ഥലത്തല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പം കൂടുതൽ സ്ഥലത്തേക്ക് പോകുമ്പോൾ പണിക്കാരെയൊക്കെ പോകുമ്പോൾ എക്സ്പെൻസ് കൂടും. പക്ഷേ എന്നാലും നമ്മൾ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ഒരു ബിസിനസ് ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇതൊരു ആഡ് ഓൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇത് ഇനിയിപ്പോൾ ഇത് തന്നെയായിട്ടുള്ളതൊക്കെ കൂടുതൽ ഏരിയയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഏരിയയിൽ പോയി കൂടുതൽ ഏൺ ചെയ്യാം. കാരണം ഇപ്പം മറ്റുള്ളവരെന്ന് പറയുന്നുള്ളതല്ല. കാരണം നമ്മളിത് പ്രൂവ്ഡാണ്, നമ്മളിത് ചെയ്ത് പ്രൂവ്ഡാണ്. ഇപ്പോൾ ആർക്കും നമുക്ക് ഈ വീഡിയോ കാണുന്ന ആർക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. കാരണം നമ്മളിത് കണക്ക് പറഞ്ഞു കൊടുക്കും. കണക്ക് പറയാതല്ല. ഇതിപ്പം ഒരു കമുകിയെന്ന് ഒരു വർഷം 700 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്കാണെങ്കിലും തോന്നും എങ്ങനെ കിട്ടുമെന്ന്. അത് കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 180-200 അടയ്ക്കാൻ മതി 1 കിലോ ആവാൻ. അത് 400 അടയ്ക്കൊക്കെ ഈസി ആയിട്ട് കിട്ടും 2 കൊല. ഇതിപ്പോൾ ഇതിൻ്റെ മേളിലോട്ട് നോക്കി കൊല കാഴ്ച കിടക്കുന്നുണ്ടോ? ഒരു മിനിറ്റ് അതിനകത്ത് ഇടയ്ക്കൂടെ നോക്കി ഇലയാണ് ഫുൾ. അത് ഇല മാറ്റി ഇതുണ്ടോ അപ്പുറത്ത് കിടക്കുന്നുണ്ടോ? കണ്ടോ? അപ്പോൾ അതിനകത്ത് കിട്ടും. മനസ്സിലായി? അപ്പോൾ അത് 350 രൂപ വിലയുണ്ട് അതിന്. അതായത് ഈ അടയ്ക്ക കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അത് നവംബർ മാസത്തിലേ കൊടുക്കാവുള്ളൂ. അത് ദീപാവലിയോടനുബന്ധിച്ചാണ് അടയ്ക്കയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വരുന്നത്. അതുപോലെ തന്നെ ജാതിക്കൊക്കെ ആ സമയത്ത് മാർക്കറ്റ് കൊടുക്കും. നമ്മൾ സമയം നോക്കി വേണം കൊടുക്കാൻ. പെട്ടെന്നൊരു കർഷകനാന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് നമ്മളൊരു കടയിൽ കൊണ്ട് കൊടുക്കരുത്. കാരണം മാർക്കറ്റ് പഠിച്ച ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ. നമ്മുടെ പ്രോഡക്റ്റിന് നമ്മൾ തന്നെ വില ഇടണം. നമ്മളൊരു വില ഇട്ട ശേഷം മാത്രമേ ഉള്ളൂ. അല്ല അവർ പറയുന്ന വിലയ്ക്ക് നമ്മൾ കൊടുക്കത്തില്ല. നമ്മളെ എല്ലാ ദിവസവും ഈ മാർക്കറ്റിൽ നിന്നുള്ളവരൊക്കെ നമ്മൾ ഇടയ്ക്ക് വിളിക്കും, കൊടുക്കാറുണ്ട്. നമ്മൾ കൊടുക്കാം, ഇന്ന വിലക്കാണ് നമ്മൾ സാധനം തരും. അല്ലെങ്കിൽ ഇവിടെ ഇരുന്നോട്ടെ, ഇത് കഴിക്കായി പോകത്തില്ലല്ലോ. നമ്മളൊരു മാർക്കറ്റ് വില ഉണക്കി വെക്കാം. ഞാൻ വലിയ മാർക്കറ്റ് വലിയ വിലയൊന്നും ഇടുന്നില്ല. ജാതിക്കായ്ക്ക് 300 രൂപയും പത്തരിക്ക് 2000 രൂപയും ഈ നമ്മുടെ കൊക്കോയ്ക്ക് 400 രൂപ ആവറേജ് ഇടുന്നുള്ളൂ. അത്ര വില നമുക്ക് കിട്ടിയാൽ മതി. കുരുമുളകിന് 600 രൂപ. അപ്പോൾ അത് മാത്രം ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ ഇതിനിടയിൽ കൂടി ഇങ്ങനെ ഒരു നല്ല ശുദ്ധമായ ഒരു അരുവ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കല്ലുകെട്ടി ഉണ്ടാക്കി അല്ലല്ല, ഇത് നാച്ചുറലായിട്ട് മേളിൽ നിന്ന് ഒരു ഉറവ വന്നിട്ട് അതങ്ങ് തന്നെ വീണുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ മഴക്കാലത്തുണ്ടാവും. നല്ല രസമാണ് പിള്ളേർക്ക് കളിക്കാനും ഒക്കെ ആയിട്ട് നല്ലതാണ്. അപ്പം നമ്മുടെ ഒരു അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫാം ടൂറിസം പോലെ ആക്കിയിട്ടേ കുറച്ച് കേരളത്തിലൂടെ ഒരുപാട് ചെറിയ ടൂറിസ്റ്റുകളെ കൊണ്ടുവരാനും നമുക്കൊരു താഴെ ഒരു പോണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു ചെറിയ ഹയാക്കിങ്ങും പരിപാടിയും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ കൊക്കോയും കമുകും കൂടെ ഒരുമിച്ച് വെക്കുന്നു. അപ്പോൾ അത് വെക്കുന്നു. അപ്പം കമുക് മേളിലോട്ടും കയറിപ്പോവും. കൊക്കോ നമ്മൾ ഇങ്ങനെ ഈ ഒരു ലെവൽ വരുമ്പോഴത്തേന് പടർത്തും. ഇങ്ങനെ പടർത്തി എടുത്തു കഴിഞ്ഞാൽ ഈ തണ്ട വഴി
ഇത് മുഴുവൻ പൂത്ത് ഇത് എപ്പോഴും നമുക്ക് വെട്ടം കിട്ടണം. അതായത് കൊക്കോയ്ക്ക് അപ്പോൾ പ്രൂൺ ചെയ്യുമെന്നാണ് പറയുന്നത്. അതെ പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്തില്ലെങ്കിൽ കൊക്കോ കായ്ക്കത്തില്ല. പ്രൂൺ ചെയ്ത് വെട്ടം എല്ലായിടത്തും കയറ്റണം. എന്നാലും ഇത് കണ്ടോ, ഇപ്പം ചെറുതായിട്ട് പൊട്ടി വരുന്നുണ്ടോ, ഇതിങ്ങനെ ഇത് പൊട്ടി വരത്തുള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കിളിപ്പുകളൊക്കെ നമ്മളിങ്ങനെ അടുത്തി കാണാം. നമ്മൾ ഇതിനകത്ത് രാവിലെ ഇതിനകത്ത് ഇറങ്ങി നടക്കുമ്പോഴേ ഇപ്പം മെയിനായിട്ട് ഞാൻ ജോലി റിസൈൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയുക, എന്താണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്? അതെ, ഞാൻ ഇപ്പോൾ 10 വർഷമായിട്ട് കോട്ടയത്ത് ഒരു പബ്ലിഷിംഗ് കമ്പനിയിൽ പർച്ചേസ് മാനേജറായിരുന്നു. അത് റിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ബിസിനസ്സിലേക്ക് റിസൈൻ ചെയ്തതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അഗ്രികൾച്ചർ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് നമ്മളത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചാടി കയറി ജോലി റിസൈൻ ചെയ്തതിലേക്ക് ഇറങ്ങല്ലേ കേട്ടോ. കാരണം നമ്മളിത് ജോലിയോട് കൊടുത്തതിനെ കഴിഞ്ഞ ഇത് ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷം മുമ്പ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തു. 6 വർഷം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് കോവിഡിൻ്റെ സമയത്താണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി ഇതിലേക്ക് വരുന്നത്. അപ്പം ആ 6 വർഷം കൊണ്ട് നമ്മൾ മെനക്കെട്ടിട്ട് അതിനകത്തോട് ഇറങ്ങുന്നത്. അല്ല പെട്ടെന്ന് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ ആ ഒരു കഷ്ടപ്പാട് കാണാൻ പറ്റും. അതെ ഇതെല്ലാം നമ്മുടെ ഗ്രാൻഡ് മദറാണ് ചെയ്യുന്നത്. കാരണം ഗ്രാൻഡ് മദർ നമ്മുടെ കൂടെ ഉണ്ട്, 89 വയസ്സുണ്ട്. അപ്പം അമ്മച്ചി ഞാനും ഇതിനകത്ത് ആക്റ്റീവാണ്. കാരണം അമ്മച്ചി ഇതിനകത്ത് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം അമ്മച്ചി നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പം ഇത് കണ്ടോ, ഇത് നമ്മൾ ഇത് കുടംപുളിയാണ്. നിങ്ങളിങ്ങി വാ, ഇതിനിടയിൽ കൂടെ കാണാം. ഇതിനെ എല്ലാം അപ്പടി നമ്മൾ തിക്കായിട്ട് നിൽക്കുന്ന കാരണേ ഇത് കുടംപുളിയാണ്. നമുക്ക് ഈ വെള്ളം നല്ലപോലുള്ള, അതായത് നല്ല ആറ്ററമ്പത്തൊക്കെയാണല്ലോ കുടംപുളി വരുന്നത്. അപ്പോൾ നമ്മൾ ആ ആറ്ററമ്പിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കുടംപുളി ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത വർഷം ഇത് കായ്ക്കും. ഇതൊരു ആറിൻ്റെ അല്ലെങ്കിൽ ഒരു തോടിൻ്റെ പ്രതീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഇത് നമ്മുടെ ടിഷ്യൂ കൾച്ചറിൻ്റെ തേക്ക. ഓക്കെ. അതായത് 20 വർഷം കൊണ്ട് അവർ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഒരു 60 ഇഞ്ച് 70 ഇഞ്ച് വണ്ണം വരുന്ന തേക്കാവെന്ന് പറയുന്നത് 20 വർഷം കൊണ്ട്. ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്, 8 സാമ്പിളായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ 20 വർഷം കഴിയുമ്പോൾ അവർ പറയുന്നതനുസരിച്ചാണ് 70 രൂപ 80 രൂപ 80,000 രൂപ വരെ നമുക്ക് ഈ തേക്കിൽ നിന്ന് മാത്രം നമുക്ക് വരുമാനം കിട്ടും. പിന്നെ നമ്മൾ ഇതിനിടയ്ക്കെല്ലാം ഈ കറിവേപ്പിലയൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഒരു സ്ഥലവും സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇതിനിടയ്ക്ക് ഇതുണ്ടോ കരിയാപ്പ് നിൽക്കുന്നുണ്ടോ. ഓക്കെ. കരിയാപ്പിൻ്റെ തൈകൾ ഇങ്ങനെ നിൽക്കും. ഇതിനകത്തുനിന്ന് നമുക്ക് കരിയാപ്പിലയും കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. കരിയാപ്പില അല്ലേ? അതെ. ഇന്ന് ഞാനിപ്പോൾ നമ്മൾ മുമ്പേ അലൻ പറഞ്ഞ പോലെ നമ്മൾ സ്പെഷ്യൽ സാധനം ഇതിനിടയ്ക്ക് കാണിക്കാമെന്ന് പറഞ്ഞതാണ്. ഇതാണ് സാധനം. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതാണ് ഊത്. ഈ ഊതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, എല്ലാ ഒരു കൗതുകത്തിൻ്റെ പേരിലാണ് ഞാൻ പല സാധനങ്ങളും പല യാത്രകൾക്കിടയിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഊത് കൊണ്ട് വെച്ചത് വലിയ വരുമാനം എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊണ്ട് വെച്ചത്. പക്ഷേ അതിപ്പം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 6 വർഷമായ പ്ലാന്റാണ്. ഒരു 8 വർഷം ആകുമ്പോഴത്തേന് നമുക്കിതൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഇതിനകത്ത് നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ട് അവിടെ ഒരു ഫംഗസ് രൂപീകരിക്കും. എന്നിട്ടാണ് ഇത് തടി വെട്ടിക്കൊടുക്കുന്നത്. മെയിനായിട്ട് ഇത് ആസാം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെന്ന് എനിക്ക് തോന്നുന്നത്. കൂട് കൾട്ടിവേഷൻ കേരളത്തിൽ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഒരു 5 തൊട്ട് 6 ലക്ഷം രൂപ വരെ കിട്ടുമെന്നാണ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂ നിൽക്കുന്നത് റെഡ് സാൻഡ് ചുവന്ന ചന്ദനമാണ്. അതെ. പക്ഷേ അതിനേക്കാളും വില വരും. അതിനേക്കാളും വില കൂടി ആൾക്കാർക്ക് അറിയത്തില്ല. ഇപ്പം ചന്ദനം കണ്ടുപോകാനും സോഷ്യൽ മീഡിയ വഴി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സാധനം പ്രൊമോട്ട് ചെയ്യേണ്ട സാധനമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ തടി വെട്ടി കൊടുത്താൽ ഒന്നും കിട്ടത്തില്ല. നമ്മൾ സാധാരണ മഹാണിക്ക് കിട്ടുന്ന വില കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് ചെയ്തിട്ട് പറഞ്ഞ പോലെ ചൂട് കമ്പിക്ക് ഡ്രിൽ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മളിത് 8 വർഷം കഴിയുമ്പോഴാണ് ഡ്രിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരു 10 വർഷത്തോളം കഴിയുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ എന്താ പിന്നെ അതിനകത്ത് വെക്കുന്നത്. അത് ഡ്രിൽ ചെയ്തിട്ട് അതിനകത്ത് നമ്മളൊരു സാധനം ഇഞ്ചെക്ട് ചെയ്യും, ഒരു ഫംഗസ് ഇഞ്ചെക്ട് ചെയ്യും. അത് ഫംഗസ് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫോർമേഷൻ നടക്കും. ആ ഫോർമേഷനാണ് പിന്നെ നമ്മൾ ഫോറസ്റ്റ് പറഞ്ഞിട്ടേ വെട്ടാവുള്ളൂ കേട്ടോ, അല്ലാതെ വെട്ടി കഴിഞ്ഞാൽ കേസാവും. അപ്പം അത് ഫോറസ്റ്റ് പറഞ്ഞിട്ട് ശേഷം വെട്ടി കഴിയുമ്പം നമുക്ക് അതിനകത്തുനിന്ന് കിട്ടുന്ന സാധനമാണ് വിലയുള്ളത്. 6 ലക്ഷം രൂപയ്ക്കാണ് കിലോ. ഒരു ഏകദേശം ഒരു 5 കിലോ ഒക്കെ കിട്ടും. പിന്നെ ഇതിനകത്ത് നിന്ന് ഓയിൽ എടുക്കുമെന്ന് അങ്ങനെ ഓയിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം 10 കിലോ ഒക്കെ കിട്ടിയാൽ തന്നെ ഒരു 500 ml ഓയിലേ കിട്ടത്തുള്ളൂ. ഓയിലിന്റെ വില എന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപയാണ്. മനസ്സിലായില്ലേ? അത് ഒരു ഗംഭീര സാധനമാണ്. 10 കിലോ എന്ന് പറയുമ്പോൾ അത്രയും കിട്ടണമെന്നുണ്ടല്ല. ഇത് നമുക്ക് ഒരു 5 കിലോ കൂട്ടിക്കും. 5 കിലോ കിട്ടിയാൽ തന്നെ 500 ml അല്ലെങ്കിൽ 250 ml കിട്ടിയാൽ മതി. ലക്ഷങ്ങളുടെ കളിയാണ് ഇത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് ചുറ്റും ക്യാമറയോടെ വെക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം 6 വർഷമായുള്ള ഒരു 4 വർഷം കഴിഞ്ഞ് ട്രീറ്റ്മെന്റും കൂടി ശേഷം ക്യാമറ വെക്കേണ്ടി വരും. ക്യാമറ എന്നാലും നഷ്ടമില്ല. കാരണം ഇതിന് സെക്യൂരിറ്റി വെച്ചാൽ പോലും നഷ്ടമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇതാണ് ഊതല്ലേ? അതെ. നല്ല പൊക്കം വെക്കുന്ന ഒരു മരമാണ്. ഇതിന്റെ ഇലയൊക്കെ ഏകദേശം മറ്റേ ചന്ദനത്തിന്റെ ഇല പോലെ ഉണ്ട്. ചന്ദനത്തിന്റെ ഇല പോലെ തന്നെയാണ്, പക്ഷേ അതിനേക്കാളും വില കൂടിയ സാധനം. അതെ. ഞാൻ ഈ ഊത് രക്ഷിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്ന മഹാണി ഇത് കണ്ടില്ലേ, കുറ്റി കണ്ടില്ലേ, ഒരു 60 ഇഞ്ച് മഹാണി നമ്മൾ വെട്ടിക്കളഞ്ഞു. റീസെന്റ് ആയിട്ട് ഇതിങ്ങനെ ചെരിയുന്നതായിട്ട് തോന്നി. അപ്പോൾ ഇതിനെ നമുക്ക് ഇത് ചെയ്യണമെന്ന് കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്തിരിക്കുക. അപ്പോൾ ആ ഒരു മരം വെട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ ചോട്ടിൽ തന്നെ എന്തെങ്കിലും സാധനം വെച്ചിരിക്കും. അതാണ് നമ്മുടെ ഇത്. ആ മരം വെച്ചപ്പോൾ നമ്മൾ കമുക് വെച്ചു. ആ കമുകിൻ്റെ അപ്പുറം തന്നെ തേക്കും വെച്ചു.
മനസ്സിലായില്ലേ? അതായത് ഒരു സാധനം നമ്മളിവിടുന്ന് മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് ഭാഗത്ത് 2 വെക്കും. ഇതുകൊണ്ട് തേക്കും വെച്ചിരിക്കുക. പിന്നെ ഈ കവുങ്ങാണ് കൂടുതലും ഞാൻ കണ്ടത് വെച്ച് ഇപ്പൊ ഇവിടെ എല്ലാം കവുങ്ങ് കാഴ്ച കിടക്കുന്നത്. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, കോവിഡിന്റെ സമയത്ത് വെച്ചാൽ കോവിഡിന്റെ ആ വർക്ക് നമുക്ക് ഒരു 2.5 മാസമോളം ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് നമ്മൾ കമ്പ് കാഴ്ച കിടക്കുന്നുണ്ട്. നല്ല കൊല കുത്തി കാഴ്ച കിടക്കുന്നുണ്ട്. ചെറിയ കമ്പ് 5 വർഷം ആയതേ ഉള്ളൂ. അതാണ്. പിന്നെ ആ സ്പേസിലെല്ലാം ഞാൻ കാപ്പി, അതായത് നിങ്ങൾക്ക് ഇവിടെ റോബസ്റ്റ നാടൻ കാപ്പി ഉണ്ട് ഇതിനകത്ത്, റോബസ്റ്റ ഉണ്ട്. ഞാൻ ഇതിനകത്ത് ഒരു സ്പേസും വേസ്റ്റ് ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരു സ്പേസും ഇതിനകത്ത് വേസ്റ്റ് അല്ല. കാരണം ഇത് കണ്ടോ, ഇതിപ്പം നമ്മൾ ഈ ജാതിയൊക്കെ 10-12 വർഷമായതാ. നമുക്ക് ചെറിയ കിടാവുണ്ട്. അപ്പം നമ്മൾ ഈ ചാണകം, പച്ചച്ചാണകം ഇതിന്റെ ചോട്ടിലിടും. കാരണം കായ്ക്കുന്ന ഈ ഉറവ മേളിൽ നിന്ന് ഇങ്ങനെ വരിക. നല്ല രസമാണ് കാണാനൊക്കെ. അതെ. ഈ ഉറവ നമ്മൾ ഇതിനകത്ത് വരും. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ജാതിയാണ്. പക്ഷേ ഏറ്റവും പഴയ മോഡൽ ജാതിയ. നമ്മൾ ബഡൊന്നും അല്ല. പക്ഷേ ഇത് നല്ല ഈൽഡാണ് നമുക്ക്. റംബൂട്ടാൻ എന്തോരം ഉണ്ട്? റംബൂട്ടാൻ നമുക്ക് 8 എണ്ണം വെച്ചിരിക്കുന്നത്. അപ്പം ഇത് ഈ വർഷം നമ്മൾ വിറ്റതെന്ന് പറഞ്ഞാൽ 5000 രൂപയ്ക്ക് വിറ്റ് വലയിട്ട് വെച്ചിരിക്കുകയാണ്. കുറേ എണ്ണം പൊഴിഞ്ഞു പോയി. 5000 രൂപയ്ക്കാണ് വിറ്റത്. ഇത് നമുക്ക് ഒരു 8 എണ്ണത്തിന് 40,000 രൂപ ഒരു വർഷം നമുക്ക് വരുമാനം കിട്ടും. കൂടുതൽ വെക്കാം. കാരണം ഞാൻ ആ റംബൂട്ടാനിലേക്ക് അധികം ഇത് പോയിട്ടില്ല. പിന്നെ അതിപ്പോൾ നമുക്ക് കണ്ടില്ലേ, നമ്മൾ വീട്ടാവശ്യത്തിനുള്ള കാന്താരി മുളക് ഇതിനിടയ്ക്ക് നിൽക്കുന്നു. കാന്താരി കാഴ്ച നിൽക്കുന്നുണ്ടോ? ഇതുണ്ടോ കാന്താരി മുളക്. ഇങ്ങനെ നമുക്ക് അത്യാവശ്യമുള്ള പച്ചക്കറി ഉണ്ട്. പച്ചക്കറി ഇപ്പം കോവലുണ്ട്. കോവലിപ്പം വെട്ടിക്കളഞ്ഞ് അടുത്ത് കയറാൻ വേണ്ടി ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്. അത് നമ്മൾ മേളിൽ കാണിക്കട്ടെ. കയറി വരുന്നേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഇപ്പം നമുക്ക് ഇത് കണ്ടോ, ഇത് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ജാതിക്ക. ഇപ്പം ഇത് കണ്ടോ, നല്ല വെറൈറ്റി ആണ്. പൂവിന് ഇപ്പം എത്രയുണ്ട്? ഏതാ? ജാതിപത്രിക്ക് 2000 രൂപ. ഉണങ്ങിയത് 2000 രൂപ. ഇത് കുരുവിന് 300 രൂപ. അതിങ്ങനെ ഇടിഞ്ഞും അത് മാർക്കറ്റ് ഇങ്ങനെ കുറഞ്ഞും കൂടി നിൽക്കും. ഏകദേശം 220 വരെയൊക്കെ താന്നു പോയായിരുന്നു. അപ്പം അതിൽ കാര്യമില്ല. നമ്മൾ മാക്സിമം വീടിനോട് ചേർത്താണ്. അതെ വീടിനോട് ചേർത്ത് തന്നെയാണ് പറമ്പ്. ഇങ്ങനെ കല്ല് വെച്ച് സ്റ്റെപ്പൊക്കെ കെട്ടി. ഇത് മേളത്തെ പറമ്പല്ലേ? അതെ ഇത് മേളിലേക്ക് നമുക്ക് മുല്ലയുണ്ട്. ഇത് കണ്ട റംബൂട്ടാൻ ഇപ്പം അടുത്ത വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കൊടി കഴിഞ്ഞ ദിവസം ഇത് മറിഞ്ഞു വീണായിരുന്നു. നമ്മൾ പുതിയൊരു ഈ കോല് കൊണ്ടുവന്ന് ഇത് നാട്ടി വെച്ചിരിക്കുക. കിളിഞ്ഞൽ എന്ന് പറയും. നമുക്ക് കിളിഞ്ഞൽ എന്ന മരത്തിന് പേര്. കണ്ടോ, ആ സാധനം ഇവിടെ കൊണ്ടുവന്ന് നാട്ടി ഇപ്പം അത് കിളുത്തു. മണ്ടവശം കാണാം, ഇവിടെ ഒന്ന് കാണാം. ഇത് കണ്ടോ, കിളുത്തു. അപ്പോൾ ഇതിനെ നമ്മൾ ഉപേക്ഷിക്കുന്നില്ല. ഇത് നമ്മൾ ഈ പ്രാവശ്യം ഇത് മറിഞ്ഞിങ്ങോട്ട് വീണായിരുന്നു. അത് നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ആ മാവെ കൊടി കയറ്റിരിക്കുക. മാങ്ങ ഈ വർഷം ഏകദേശം ഒരു 25-30 കിലോ മാങ്ങ കിട്ടിയായിരുന്നു. നമ്മൾ കൊടുത്തില്ല, നമ്മുടെ ആവശ്യത്തിന് മാത്രം. ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള, അതെ ഇത് ഞാലിപ്പൂവല്ല, സുന്ദരിപ്പൂവൻ എന്ന് പറയും. സുന്ദരിപ്പൂവൻ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തേൻവരിക്കയാണ് വെറൈറ്റി. അപ്പം 1.5 വർഷം കഴിയുമ്പോൾ കായ്ക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മഞ്ഞൾ, നമ്മൾ ഈ സൈഡ് വഴി ഇങ്ങനെ മഞ്ഞൾ വെച്ചിരിക്കുകയാണ്. മഞ്ഞളിന്റെ ഇടയ്ക്ക് കമുക് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, മഞ്ഞൾ വിലയുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞളെ നമുക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ ഇതിനിടയ്ക്ക് പ്ലാവൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമുക്ക് ചക്ക കിട്ടാനും ഒക്കെ ആയിട്ടും. പിന്നെ ഇതിനകത്ത് ഞാൻ കണ്ടത് വെച്ച് പറയുവാണെങ്കിൽ എല്ലാം ഓർഗാനിക് ആണ്. അതെ നമുക്ക് ഇതിനകത്തൊന്നും നമ്മളിതിനകത്ത് രാസവളങ്ങൾ ഇടുന്നില്ല. നമ്മുടെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇതിന്റെ ചോട്ടിലോട്ട് വയ്ക്കുക. കാരണം ചാണകം ഇതിന് മുമ്പ് ആട്ടുംകാട്ട് വിട്ടതാണ്. ഇത് കണ്ടോ, ഇത് നമ്മൾ എന്നിട്ട് ആട്ടുംകാട്ട് വിട്ടിട്ട് നമ്മൾ മണ്ണിനെ അങ്ങനെ വേദനിപ്പിക്കുന്നില്ല. അതിന്റെ പുറത്ത് നമ്മൾ മണ്ണ് എടുത്തിടുക. അപ്പം വേരൊന്നും മുറിയത്തില്ല. നമ്മൾ ഇത് കണ്ടോ, അതിനെ നമ്മൾ ഒരു തരത്തിലും ഉപദ്രവിക്കാത്ത രീതിയിലാണ് നമ്മുടെ വളപ്രയോഗങ്ങൾ. ഇതിങ്ങനെ നമ്മുടെ മേളത്തെ റബ്ബർ തോട്ടത്തിൽ നിന്ന് ഇതിങ്ങനെ റബ്ബറുണ്ട്. അതെ റബ്ബറുണ്ട്. റബ്ബർ നമുക്ക് ഇപ്പോഴത്തെ റബ്ബർ ഇപ്പം നമുക്ക് 100 മരമേ ഉള്ളൂ. പക്ഷേ അത് കാര്യമില്ല, അതുകൊണ്ട് വെട്ടി കളയണം എന്നുള്ള രീതിയിൽ നിൽക്കുക. അതിൽ നിന്ന് വരുന്നൊരു ഉറവയത്. ഞാൻ നോക്കുകയാണെങ്കിൽ എല്ലാവരും റബ്ബർ വെട്ടി കളഞ്ഞ് പൈനാപ്പിളോ റംബൂട്ടാനോ. അതെ റംബൂട്ടാനോ ഒക്കെ നോക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ ഈ ഒരു 3 മാസമായുള്ളൂ വെച്ചിട്ട് നമ്മൾ റംബൂട്ടാനും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇത് കണ്ടോ, ഇഞ്ചി, നമുക്ക് ആവശ്യമുള്ള ഇഞ്ചി, ചേമ്പ്, പിന്നെ മുരിങ്ങയൊക്കെ ഇഷ്ടംപോലെ നമ്മൾ മേളിൽ വെച്ചിട്ടുണ്ട്. മുരിങ്ങ ആരും വെക്കാത്തൊരു സാധനം. ഇത് ഞാൻ പറഞ്ഞ പെപ്പർ തെക്കൻ ഇവിടെയും കൊണ്ട് കുറേ വെച്ചിട്ടുണ്ട്. ഇത് റംബൂട്ടാന്, പയറുണ്ട് ഇതിനിടയ്ക്ക്. കാച്ചിലിന് ഏതോ കളറോ അങ്ങനെ വ്യത്യാസം ഉണ്ടല്ലോ. അതെ നീലക്കാച്ചില. ഇത് കാച്ചിലുണ്ട്, മഞ്ഞളുണ്ട്, ഇഞ്ചിയുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, പിന്നെ മൾബറി, ഫ്രൂട്ട്സിലേക്ക് വന്ന മൾബറി ഉണ്ട്, പുലാസാനുണ്ട്, നമ്മുടെ റംബൂട്ടാനുണ്ട്, മങ്കോശനുണ്ട്, നമ്മുടെ ഇതുണ്ട്, പപ്പായ ഉണ്ട്, നാടൻ പപ്പായ നോക്കി കാഴ്ച കിടക്കുന്നുണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്. പിന്നെ അങ്ങനെ നിരവധി കോപ്പുകളാണ്. കാരണം അതുപോലെ തന്നെ ചേമ്പുണ്ട്, ചീമച്ചേമ്പുണ്ട്, മഞ്ഞളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് മാത്രം. ഇത് ഇഞ്ചി ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. നമ്മളൊന്നും വിൽപ്പനയ്ക്കല്ല.
നമ്മളുടെ കറിക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമ്മൾ ഇതിനകത്തുനിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്തൊരു 8 മാസത്തോളം ഒഴുകുന്ന ഒരു അരുവിയുണ്ട്, മേളിൽ നിന്ന് വരുന്നതാണ്. അതെ 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 മഴക്കാലത്ത് കൂടി വരും. എന്നിട്ട് അത് താഴത്തെ വെള്ളച്ചാട്ടം നിങ്ങൾ കണ്ടില്ലേ, അത് മഴക്കാലത്താണ് കൂടുതലും ശക്തി വരുന്നത്. സ്വന്തം പറമ്പിൽ ഒരു അരുവി. അതെ അതെ അതെ. ഈ അരുവി നമ്മൾ ഇനി ഒന്ന് മാർക്കറ്റ് ചെയ്യണമെന്ന് ഓർത്തായിരിക്കുന്നത്. കാരണം ഈ അരുവി കാണാനും അതെ ചെറിയൊരു ടൂറിസം പോലെ ആക്കണം. കാരണം പിള്ളേർക്കൊക്കെ വന്ന ശുദ്ധമായ വെള്ളത്തിൽ നമുക്ക് കഴുകാൻ പറ്റും. കാരണം വെച്ചാൽ അതിനകത്ത് ഒന്നുമില്ല, മേളിൽ നമുക്കറിയാൻ പറ്റും, ഇത് കുടിക്കാൻ വരെ പറ്റും. കാരണം അത്രയ്ക്ക് പ്യുവർ വാട്ടറാണ്. പിന്നെ മഴ സമയത്ത് കൂടുതലും വെള്ളം, മഴ സമയത്ത് നല്ല ശക്തിയായിട്ട് ഒലിക്കും. കാരണം ഇവിടെ എല്ലാം ഉറവയുള്ള ഒരു ഉറവയുടെ പ്രകൃതിയുള്ള സ്ഥലമാണ്. അതെ അതെ. ഓക്കെ ഓക്കെ. പിന്നെ ഈ കൃഷിയെക്കുറിച്ച് ഞാൻ ചോദിക്കുവാണെങ്കിൽ, പിന്നെ നിങ്ങൾ കൂടുതൽ എക്സോട്ടിക് ക്രോപ്പ് നഴ്സറിയിൽ നിന്ന് മേടിക്കുവാണോ അതോ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുവാണോ? അല്ല, നഴ്സറിയിൽ നിന്ന് മേടിക്കാം. നഴ്സറിയിൽ നിന്ന് മേടിക്കാം. പിന്നെ കൊക്കോ ഒക്കെ നമ്മുടെ തന്നെ വെറൈറ്റി ഞാൻ കാണിക്കാം. അത് നമ്മൾ തന്നെ ഇത് കായെടുത്ത് കുരുവെടുത്ത് പാകിയിട്ടാണ് നമ്മൾ ഇതാക്കുന്നത്. ഇതുണ്ട് നമ്മുടെ തന്നെ വെറൈറ്റിയാണ് കൊക്കോ. ഇത് നമ്മൾ തന്നെ ഇതിൻ്റെ കുരു എടുത്തിട്ട് നമ്മൾ പാകി നമ്മൾ തന്നെ കുഴിച്ച് വെക്കുക ചെയ്യുന്നത്. അത് നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്നില്ല. കൊക്കോ ജാതിയൊക്കെ നമ്മൾ പ്ലാന്റിൽ നിന്ന് മേടിച്ചാൽ. പിന്നെ നമ്മൾ ഈ പറയുന്ന ഒരു സ്പേസ് നമ്മൾ കളയുന്നില്ല. ഇത് കണ്ടില്ലേ, നമ്മൾ ഇപ്പം മതിലിന് പകരം നമ്മൾ ഇതാണ് വെച്ചിരിക്കുന്നത്, പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് ഇത് നമ്മൾ ഇപ്പോൾ ആവശ്യം ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കുടിക്കാൻ കൊടുക്കുന്നതൊക്കെ പാഷൻ ഫ്രൂട്ടിൻ്റെ വെള്ളമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഓർഗാനിക്കായിട്ട്. ഇപ്പം ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ത് പ്രൊഡക്റ്റാണ് ഇതാണ് കറുവാപ്പട്ട. കറുവാപ്പട്ട നമുക്ക് ഇതിനകത്തുനിന്ന് ചെത്തിയെടുക്കാം. അതിന് സീസൺ ഇതിന്റെ ഇലയ്ക്ക് എനിക്ക് വന്ന് ഇലയ്ക്ക് പോലും ലുലുവിൽ 300 രൂപ അങ്ങോട്ട് കിലോ വരെ. ലുലുവിലൊക്കെ ബേ ലീഫ് തന്നെ. ഇത് നമ്മൾ ഇങ്ങനെ ഇതിന്റെ കറുവ നമുക്ക് ചെത്തിയെടുക്കാം. ഇപ്പം ചെത്താറായി വരികയാണ്. ഒരു വർഷം കഴിയുമ്പോൾ ഇത് നമുക്ക് ചെത്താം. കാരണം ഇതിന്റെ ബേ ലീഫിന് തന്നെ വില ഞാൻ പറഞ്ഞില്ലേ, നല്ല വിലയാണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇത് ചെത്തുന്ന പറഞ്ഞാൽ വേനൽക്കാലത്ത് ചെത്തിയിട്ട് നമ്മൾ വെയിലത്തിട്ട് ഉണക്കും. അതുപോലെ തന്നെ നമ്മൾ പ്ലാവ് ഉണ്ട്. പ്ലാവിൻ്റെ കൂട്ടത്തിൽ തന്നെ മാവ് വെച്ചിട്ടുണ്ട്. മാവ് നമുക്ക് കുറേ വെറൈറ്റി വെച്ചിട്ടുണ്ട്. പേരകളുണ്ട്. ഇതെല്ലാം നമ്മുടെ ഇതിനകത്ത് മിക്സ് ചെയ്താണ് നമ്മൾ വെക്കുന്നത്. അതെ 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 അതെ. ഇത് ആദ്യത്തെ ഒരു ഇതാണ്. നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇടും. ഒരു 30 ദിവസം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സെക്കൻഡ് ഇതിലേക്ക് ഇടും. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഏകദേശം 30 ദിവസം കഴിയുമ്പോൾ ഉണങ്ങും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ കുട്ടി വയ്ക്കും. ഇത് കുലുങ്ങുമ്പോൾ നമ്മളിത് ഉണങ്ങിന്നാവും. ഇത് നമ്മൾ എന്നിട്ട് വേറെ പാത്രത്തിലേക്ക് ഇടുക. ലാസ്റ്റ് അത് ഇതെല്ലാം കുലുങ്ങിയാൽ മാത്രമേ നമ്മൾ മാറ്റത്തുള്ളൂ. എന്നാലേ ഇത് കേടാകാതിരിക്കത്തുള്ളൂ. കണ്ടോ, എല്ലാ സാധനവും കുലുങ്ങും. ശബ്ദം കേൾക്കാൻ നിങ്ങൾക്ക്. അതെ അതെ. ഇതും ഫുള്ളായിട്ട് ഉണങ്ങിയത്. ഇത് ഫുള്ളായിട്ട് ഉണങ്ങിയത്. അതെ. ഇതെന്നാ സംഭവം? ഇത് അരക്കനട്ട് പാക്കെന്ന് പറയും. ഇത് നമ്മൾ ഉണക്കി ഇങ്ങനെ വെച്ചിരിക്കുക. കണ്ടോ, ഇത് കണ്ടോ, ഇതും ഈ പറയുന്ന പോലെ കുലുങ്ങുന്ന വരെ നമ്മൾ ഉണക്കിയിട്ട് നല്ല വില കിട്ടുന്ന വരെ. അതെ അതെ. ഈ വില കിട്ടുന്ന വരെ നമ്മൾ ഇത് സൂക്ഷിച്ച് വെക്കും. ഇതൊരു ഒരു നവംബർ ആകുമ്പോൾ ദീപാവലിയുടെ സമയത്ത് നമ്മളിത് കൊടുക്കും. അപ്പോൾ അതുവരെ നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. ഇതാണ് സംഭവം. ഇതിങ്ങനെ ഇതിനകത്ത് കണ്ടില്ലേ, ഇപ്പോൾ ഇതിങ്ങനെ പല വലുപ്പത്തിലുള്ള നല്ല മുഴുപ്പുണ്ട്. അത് നല്ല മുഴുപ്പുണ്ട്. അപ്പോൾ ഏകദേശം എത്രയുണ്ട് വിലയൊക്കെ? ഇപ്പം ഏകദേശം മറ്റേ ആ പാകിസ്ഥാൻ്റെ വാറിൻ്റെ സമയത്ത് പാക്ക് അങ്ങോട്ട് പോകുന്നില്ലായിരുന്നു. അവിടെ അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഒരു 300 രൂപ താഴെ പോയി. കഴിഞ്ഞ വർഷം ഞാൻ വിറ്റത് 360 അപ്പോൾ ആ 360 ഈ വർഷം വിൽക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുക. 360 വിറ്റില്ല, നമ്മളത് പൊളിക്കത്തുമില്ല, വിൽക്കത്തുമില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വിലയാണ് ആൾക്കാർ എടുക്കേണ്ടത്. അതെ അതെ. നമ്മൾ അവർ പറയുന്ന വിലയ്ക്ക് നമ്മൾ കൊടുക്കത്തില്ല. നമ്മുടെ വില. ഇത് നാരകം കണ്ടോ, നാരകം ഇങ്ങനെ ഇത് കായ്ക്കാറായി നിൽക്കുക. നാരകം നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാനും ഒക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമ്മളിപ്പം ഡോക്യുമെന്റ് ചെയ്ത് ഏകദേശം ഒരു 10-35 വെറൈറ്റിക്ക് മേളിൽ പോയി. ഇതന്നെ ഉണക്കാൻ്റെ കൊക്കോ. അതെ അതെ. അതിപ്പം വെയിലുള്ളതുകൊണ്ട് ഇതിട്ടിരിക്കുക. ഇത് മറ്റേ സിലോംബാക്ക് എന്ന് പറയുന്ന സാധനം ഇതാ. ഇത് കണ്ടോ, സിലോംബാക്ക്. ഇത്രയും ചെറുതല്ലേ? ഇതിങ്ങനെ ഉണങ്ങും. ഇതിൻ്റെ വെറൈറ്റി ഞാൻ കാണിക്കാം, വേറെ കാണിക്കാം. ഇത് കാന്താരിയുടെ സൈസ്. അതെ അതെ അതെ. ഇത് നമ്മൾ ഒരെല്ലാത്തിട്ട് ഇടിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഏകദേശം രുചിയൊക്കെ സെയിം ആണോ? അതെ അതെ. അത് രുചി എന്ന് പറഞ്ഞാൽ മറ്റേ പാക്ക് പോലെ തന്നെ ഇരിക്കും. സെയിം. കടിച്ചു നോക്കും. കടിച്ചാൽ പൊട്ടത്തില്ല, അത് വേറെ. നല്ല ചുമന്ന അല്ലേ? അതെ 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 അതെ. നമുക്കെന്നാ ഓലിയും കൂടെ കാണട്ടെ. നമ്മുടെ ഇതിനകത്ത് വീടിൻ്റെ പുറകിൽ നമുക്കൊരു ഓലിയുണ്ട്, അത് കാണിക്കാം. അതായത് 12 മാസവും നമുക്ക് ഇതിനകത്ത് തക്കാളിക്കൊക്കെ ഉണ്ടോ, തക്കാളി കിടപ്പുണ്ട്. ഗ്രോ ബാഗിനകത്തും ചെയ്യുന്നുണ്ട്. ഗ്രോ ബാഗിനകത്ത് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ വെണ്ടയ്ക്ക. വീട്ടിലുള്ള എല്ലാ പച്ചക്കറികൾ. പിന്നെ ഇത് നാച്ചുറൽ. അതെ അതെ. നാച്ചുറൽ ഉറവ. അതിൻ്റെ ആ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു ഉറവയാണ് ഇത് വരും. നമുക്കൊരു 5 അടി താഴ്ചയുള്ള ഒരു ഓലിയുണ്ട്. ഈ ഓലി എന്ന് പറയുന്നത് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള കംപ്ലീറ്റ് പ്യുവർ വാട്ടർ.
ഇതാണ് വാവ്. ഇതാണ് നല്ല ഇത് തെളിഞ്ഞ നമുക്ക് വെള്ളം. അതെ തെളിഞ്ഞ വെള്ളം കിടക്കുന്നു. ഇത് നമുക്ക് 12 മാസമുണ്ട്. പണ്ട് ആരാണ്ട് പറയുന്നില്ല തേക്കി കഴിയുമ്പോൾ കണ്ണീര് പോലത്തെ വെള്ളം. അതെ കണ്ണീര് അതെ നെക്സ്റ്റ് ആയിട്ട് കണ്ണീര് നമ്മൾ മാസത്തിൽ ഒന്ന് ഇത് ക്ലീൻ ചെയ്യും. ഈ വെള്ളം തന്നെ കുടിക്കാൻ ഒത്തിരി പേര് ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. നമ്മുടെ കസിൻസ് ഒക്കെ ആണെങ്കിൽ അവർക്കെല്ലാം വന്ന് ഇവിടുന്ന് വെള്ളം ഇതിനകത്ത് കോരി കുടിക്കാന്നുള്ളതാണ് ഒരു ഇത് വരുന്നത്. ഇപ്പോൾ ഈ ഉറവായി നാച്ചുറലായിട്ട് തന്നെ വന്ന് ഇതിനകത്ത്. അപ്പോൾ വെള്ളത്തിന് ഒരു കുറവില്ല. ഇല്ല വെള്ളത്തിന് കുറവില്ല. കൃഷികൾക്ക് അടിക്കുന്നത് താഴെ ഒരു കുളമുണ്ട്. ആ കുളത്തിന് വരുന്ന വെള്ളം വെച്ചിട്ട് നമ്മൾ ഈ കൃഷികൾക്കൊക്കെ നനയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു മുമ്പേ വില കിട്ടുമ്പോഴേ കൊടുക്കുള്ളൂ. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കാണിക്കാം. നമ്മൾ ഇതിനകത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം പത്രിയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിങ്ങനെ ഇതുണ്ടോ കൊക്കോരി ഉണക്കി വെച്ചിരിക്കുക. ഒരുപാട് സംഭവമുണ്ടോ? ഇതിനകത്ത് മുഴുവൻ. അതെ ഇനി എടുക്കണ്ടല്ലോ. ഇത് ഇവിടെയാണ് ഇപ്പൊ സാധനം ഉണ്ട് എപ്പോഴും, പക്ഷെ ആർക്കും കൊടുക്കില്ല. ഇല്ല അതെ കൊടുക്കത്തില്ല. ഇപ്പം നമ്മള് സിലോമ്പാക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ടോ? ഇത് പാക്കുണക്കി വെച്ചിരിക്കുക. അപ്പം ഇത് ശരിക്കും പറഞ്ഞാല് ഇത് കണ്ടോ ഇങ്ങനെ ഇതാണ് നമ്മൾ ചോക്ലേറ്റിന് റെഡിയാക്കുന്ന കൊക്കോരി. ഇത് ഉണങ്ങിയിരിക്കുകയാണ്. ഇത് ഉണങ്ങിയിരിക്കും. ഇതാണ് നമ്മൾ ചോക്ലേറ്റ് ആവുന്ന സാധനം. അതുപോലെ തന്നെ ഈ ജാതിപത്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഉണങ്ങി വെക്കുമ്പം ഈ റെഡ് ഫ്ലവർ എന്ന് പറയും. അതെ ഇതിന് അടിവശം പൊട്ടാത്തതാണ് ഫ്ലവർ. ഇതിനാണ് 2000 രൂപ വില. അത് പഴകും തോറും യെല്ലോ ആവും. അതായത് പത്രത്തിൽ കണ്ടില്ല യെല്ലോ ഫ്ലവർ റെഡ് ഫ്ലവർ. അത് നമ്മൾ പഴകും തോറും ഇത് യെല്ലോ ആവും. ഇതിപ്പോൾ യെല്ലോ ആയിക്കൊണ്ടിരിക്കുക. ഇതൊരു അടി പൊട്ടാതെ എടുക്കണം. പൊട്ടിക്കഴിഞ്ഞാൽ വില കുറവാണ്. അപ്പോൾ നമ്മൾ ഈ യെല്ലോയ്ക്കാണ് വില ഏറ്റവും കൂടുതൽ. 2000 രൂപ മേളിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു അജുവാനിലൊക്കെ ഇതിന് 3500 രൂപ 4000 രൂപ. നിങ്ങൾ പോയി മറ്റേ അജുവാനിലൊന്ന് ചെക്ക് ചെയ്താൽ മതി. 4000 രൂപ വില കൊടുക്കണം. പിന്നെ അത്ര നല്ല വില. പിന്നെ ഇത് കണ്ടോ സിലോമ്പാക്ക് ഉണങ്ങി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മറ്റേ പാക്കിന്റെ കൂട്ടത്തിൽ പൊട്ടിച്ച് നമ്മൾ കൊടുക്കും. അത്രേ ഉള്ളൂ സംഭവം. ഇത് നമ്മൾ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് ഒരെല്ലാത്ത വെച്ചിട്ട് ഇടിക്കുക. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ക്രോപ്സ് ഉണ്ട് ഇവിടെ. അപ്പൊ അതാണ് ഡോക്യുമെന്റ് ചെയ്യുന്നത്. അതുമല്ല ഒരു സംഭവം ഉണ്ട് ഊതെന്ന് പറയും. അത് മാത്രം ഒരു 15 വർഷം കഴിഞ്ഞ് വെട്ടി വിറ്റാൽ തന്നെ ഇതൊന്നും വേണ്ട, ജീവിച്ചു പോകും. അപ്പം പക്ഷെ അത് ഒരുപാട് സമയം എടുക്കും. 15 വർഷത്തോളം സമയം എടുക്കും. നമുക്ക് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ അത് കൂടി ഒരു കാര്യമുണ്ട്. ഇത് കണ്ടിട്ട് ആരും ചാടി എന്ന് പറഞ്ഞല്ല. കാരണം നമുക്കൊരു വരുമാനം വേണം. വരുമാനത്തിന്റെ കൂടെ ഇതൊരു സെക്കൻഡറി ആയിട്ട് വേണം ഇത് ചെയ്ത് ബിൽഡ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും. അങ്ങനെ ആണെങ്കിൽ നമുക്ക് റിട്ടയർമെന്റ് ലൈഫിൽ ഇത് നമുക്ക് ആഘോഷിക്കാം. കാരണം ഇത് വർഷം തോറും ഈ ജാതി ആണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും 120 വർഷം ആയുസുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഈൽഡ് കൂടും. ആ ഈൽഡ് കൂടുന്ന സമയത്ത് ഇതൊക്കെ പറക്കി റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യുക. അത്രേ ഉള്ളൂ. അത് യുവാക്കളോടെ ഞാൻ പറയുന്നത്. കാരണം അങ്ങനെയുള്ളവർ നമുക്ക് നാട്ടിൽ വേണം. ഇങ്ങനെയുള്ള കർഷകർ വന്നാൽ മാത്രമേ ഇതിന്റെ. ബിജു ചേട്ടൻ ഇത്രയും 5 വർഷമായിട്ട് ഈ ഫീൽഡിലല്ലേ? അതെ 6 വർഷമായിട്ട് ഇതിനകത്തുണ്ട്. 3 മാസമായിട്ട് കംപ്ലീറ്റ് ഇതിനകത്താണ്. പ്ലസ് നമ്മുടെ ബിസിനസ്. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഫാം ലൈഫും കാര്യങ്ങളൊക്കെ? ഒരുപാട് അറിവ് പകർന്നു നിന്ന്, കാരണം ഓടിച്ചാടി നടന്ന് എല്ലാം ചെയ്ത് കാണിച്ചു തന്നെ. അപ്പം ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. കുറച്ച് ബോറൊക്കെ ആയിട്ട് സ്പീഡ് കൂട്ടിയിട്ട് കാണുക. പക്ഷെ നമ്മൾ കംപ്ലീറ്റ് ഇൻഫർമേഷൻ കവർ ചെയ്തു. അതിന്റെ ഒരു എന്നാ പറയുന്നത് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കൃഷിക്കാരൻ എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരനായ ഒരു കൃഷിക്കാരൻ എങ്ങനെയാണ് ഒരു മാതൃകയായിട്ട് മറ്റുള്ളവർ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ കണ്ട നിങ്ങൾക്കറിയാം, ഇപ്പം ചിലവരാണെങ്കിൽ എടുത്തങ്ങ് വിൽക്കുക. അത് ഇങ്ങനെ ഒരു പേഷ്യൻസ് ഇല്ല. പക്ഷെ പുള്ളി പേഷ്യൻസോടുകൂടി എല്ലാം സ്റ്റോർ ചെയ്ത് കിട്ടുന്ന നല്ലൊരു സമയത്ത് അത് വിൽക്കാനായിട്ടുള്ള പ്ലാൻ ചെയ്താണെങ്കിൽ അതെല്ലാം നിൽക്കുന്നത്. അപ്പം നല്ലൊരു വിലയ്ക്ക് പുള്ളിക്ക് പോകും. അപ്പം പുള്ളിക്ക് അറിയാം. അപ്പം പുള്ളി പറയുന്ന രീതി അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 1000 ഒന്നും അല്ല, ഒരു ദിവസം 2000 രൂപ. അപ്പം അങ്ങനെയാണ് നമ്മൾ വീഡിയോ തുടങ്ങിയത് തന്നെ. ഒരു ദിവസം 1000 വെച്ച് കണക്ക് കൂട്ടി 365 ദിവസം 3,65,000 രൂപ. ഇതാണ് പുള്ളിയുടെ കണക്ക് കൂട്ടലും. 10-35 വെറൈറ്റി ചെടികളും അങ്ങനെ എണ്ണിയായി ഇപ്പം മറന്നു പോകുന്ന രീതിയിലുള്ള ചെടികളുണ്ട്. അപ്പം എല്ലാം ഡോക്യുമെന്റ് ചെയ്ത് പറഞ്ഞു തന്ന നമ്മുടെ ബിജോ ചേട്ടാക്ക് ഒരുപാട് താങ്ക്സ്. അതുപോലെ ഇനിയും നല്ല നല്ല കൃഷി വീഡിയോകളുമായി ഇനിയും മുമ്പോട്ട് കാണാം. അപ്പം നിങ്ങൾക്കുള്ള എന്തെങ്കിലും ചോദിക്കാനോ പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ എഴുതുക. അപ്പം എന്തെങ്കിലും കണക്ഷനൊക്കെ ആണെങ്കിൽ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർക്കും വിളിക്കാം. കാര്യങ്ങളൊക്കെ പത്രി കൊക്കോ ഒക്കെ എല്ലാത്തിനെ കുറിച്ച് നമ്മൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നും നമ്മൾ എങ്ങനെ കൃഷി ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും വിളിക്കാം. വിളിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മളിപ്പം വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സ്ഥലം നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് നിങ്ങൾ വിദേശത്ത് നാട്ടിൽ വരുമ്പോഴത്തേന് അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ 15 വർഷം നാട്ടിൽ വരുമ്പോഴത്തേന് നല്ലൊരു വരുമാനം കിട്ടത്തക്ക രീതിയിലൊരു സംഭവം നമുക്ക് പ്ലാൻ ചെയ്യാം. ഞാനുണ്ട് കൂടെ. അപ്പം എല്ലാ ഇൻഫർമേഷനും ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമന്റുകൾ എഴുതുക. നിങ്ങൾക്ക് എന്നെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ പുള്ളി അപ്രോച്ച് ചെയ്യാം. സോ ഇതിലും നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. കൃഷിഭൂമിയിൽ നിന്നും അതുപോലെ കോട്ടയം നെടുങ്കുന്നത്ത് നിന്നും സ്റ്റേ ട്യൂൺ അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.